വീണ്ടും നമ്മൾ വാടാനപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അതിൽ പലരും ജെയ്സൺ ഷാമോളപ്പിലും ഇപ്പോഴും സ്ഥലത്തുണ്ട്. കിറ്റാരോപണം കത്തുകയാണ്. അവിടെ വാടാനപ്പള്ളിയിൽ മണലൂർ മണ്ഡലത്തിലാണ് UDF സ്ഥാനാർത്ഥി ഇപ്പോൾ TN പ്രതാപനെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്, ബലം പ്രയോഗിച്ച. അതിൽ അപ്പോഴും നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. അതിനൊക്കെ BJPക്ക് ഉത്തരമുണ്ടോ? BJP നേതാക്കൾ ഇപ്പോഴും ആ കെട്ടിടത്തിൽ തുടരുകയാണ്. അവരെന്തുകൊണ്ടാണ് പുറത്തു വരാത്തത്? സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ശരി, 4000 കിറ്റുകൾ വിതരണം ചെയ്യാൻ എത്തിച്ചുവെന്നതാണ് UDFന്റെ ആരോപണം. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടുന്നു എന്നതാണ് LDF ഉയർത്തുന്ന ആരോപണം. ഏതായാലും കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. UDF പ്രവർത്തകരും ഒപ്പം BJP പ്രവർത്തകരും തമ്മിൽ ഒരു വേള ഏറ്റുമുട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി. രണ്ട് കൂട്ടരും അവിടെ തമ്പടിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ പോലീസ് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്, ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. UDF പ്രവർത്തകരെയും TN പ്രതാപനെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് BJP പ്രവർത്തകരും കാലി കിറ്റുകളുമായി മറുഭാഗത്ത് അവിടെ തമ്പടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. അതിൽ പലരുടെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ കൂടുതൽ പോലീസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് തുടർ നടപടികൾ? ഒപ്പം തന്നെ BJP നേതാക്കൾ എന്തിനവിടെ എത്തി, ദേവൻ ഉൾപ്പെടെയുള്ളവർ എന്തിനവിടെ എത്തി എന്ന ചോദ്യമുണ്ട്. അതിനൊക്കെ BJPയുടെ ഒരു ഉത്തരവും എന്താണ്? ഇതൊക്കെ വെറും ആരോപണം എന്നതിൽ കവിഞ്ഞ് എന്താണ് മണലൂരിൽ സംഭവിക്കുന്നത്? വാടാനപ്പള്ളി ഉറപ്പായും വാടാനപ്പള്ളിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മണിക്കൂറുകളായി സംഘർഷഭരിതമായിരുന്ന സ്ഥലത്താണ്. രണ്ട് ഭാഗത്തായി ഇപ്പോൾ ഇവിടുന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ നിന്ന് മടങ്ങുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നു, ഫ്ലൈയിങ് സ്ക്വാഡൊക്കെ മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് തത്സമയം നമ്മൾ കാണുന്നത്. ഏതായാലും ഇവിടെ BJP നേതാക്കൾ എന്തിനു വന്നു എന്ന ചോദ്യമാണ് പ്രധാനമായുള്ളത്. ആ സമയം ദേവനടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നു. ഇവിടെ കിറ്റ് വിതരണമുണ്ട് എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. UDF പ്രവർത്തകരെത്തി രണ്ട് ഭാഗത്തും, BJP പ്രവർത്തകരും UDF പ്രവർത്തകരും രണ്ട് ഭാഗങ്ങളായി, റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലായി നിലയുറപ്പിക്കുകയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതുമാണ് നമ്മൾ കണ്ട കാഴ്ച. കേന്ദ്രസേന ഇവിടെയുണ്ട്. ഏതായാലും അതിനുശേഷമാണ് മണിക്കൂറുകൾക്ക് ശേഷം TN പ്രതാപനെ, മണലൂരിലെ UDF സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇവിടെ നിന്ന് നീക്കുകയും BJP പ്രവർത്തകരെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകി കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇപ്പോഴും ദേവൻ ഈ വീട്ടിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ പുറത്തേക്ക് കടന്നിട്ടില്ല. ദേവൻ പറയുന്നത് താൻ ഇവിടെ വന്നു, സാധാരണഗതിയിൽ വന്നു, അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ജെയ്സനും എന്നോടൊപ്പം ഉണ്ട്. ഇനി അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു നിർദ്ദേശം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ ഗോഡൌണിലേക്ക് കയറി എന്തെങ്കിലും തയ്യാറെടുപ്പിനുള്ളതോ ഉള്ള ദൃശ്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇനി അടുത്ത നടപടി എന്താകും എന്ന ചോദ്യമാണുള്ളത്. പ്രധാനമായും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു, ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് അല്പം മുമ്പ് മാത്രമാണ്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവത്തിന് തുടക്കമുണ്ടാകുന്നത്. ഇതിനകത്തേക്ക് BJPയുടെ പ്രവർത്തകർ കിറ്റ് തയ്യാറാക്കാനും കിറ്റ് കൊണ്ടുപോകാനും വന്നു എന്നതായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം. ഇത്തരത്തിൽ ആളുകൾ വന്നു എന്നറിഞ്ഞതിന് ശേഷം LDFന്റെ UDFന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു. ഇതിനിടയിലാണ് BJP പ്രവർത്തകർ ഒരു ഭാഗത്ത് തമ്പടിക്കുന്നു. അതിനിടയിൽ സ്ഥാനാർത്ഥിയായ TN പ്രതാപൻ വരുന്നു, UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപൻ വരുന്നു. TN പ്രതാപനും ഉൾപ്പെടെയുള്ളവരും BJP പ്രവർത്തകരുമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. TN പ്രതാപനെ കയ്യേറ്റം ചെയ്തെന്ന് അദ്ദേഹം തന്നെ ആരോപിക്കുന്ന സ്ഥിതിയുണ്ടായി. വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് പോകുന്ന സമയത്താണ് കേന്ദ്രസേന ഇറക്കുന്നു, സായുധ സേന ഇറക്കുന്നു. പിന്നീട് നിയന്ത്രണ വിധേയമാക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ റോഡ് വിരോധം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഇതിനിടയിലാണ് 3 മുന്നണിയിലെ നേതാക്കളെ വിളിച്ച് പോലീസ് ചർച്ച ചെയ്യുന്നു, എങ്ങനെയാണ് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ 3 രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികൾ എത്തുന്നു. ഈ CCTV ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ നാം ഈ കാണുന്ന ഈ ഗോഡൌണിന്റെ മുൻപിലേക്ക് വാഹനം. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ചാമ്പ്യൻ എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഈ ഗോഡൌൺ BJP നേതാവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് നമുക്കറിയില്ല. BJP നേതാവിന്റെ ഉടമസ്ഥയിലാണോ എന്ന കാര്യവും നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ഇതിനോട് ചേർന്നാണ് വീടുള്ളത്. ഇതിന് താഴെയാണ് ഗോഡൌണും പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടുന്ന ഗോഡൌൺ ഉള്ളത്. ഇതിന് സമീപത്തേക്ക് വാഹനം കൊണ്ടു നിർത്തുന്ന CCTV ദൃശ്യങ്ങളിലുള്ള വിവരങ്ങളാണിത്. വാഹനം കൊണ്ടു നിർത്തുന്നു. ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാറിന് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്, പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ദേവനോട് ഒരു ആശയവിനിമയം നടത്താൻ ഉള്ള സാധ്യതയുണ്ട്.
ദേവനോട് ആശയവിനിമയം നടത്തുക എന്നതിനകത്ത് പ്രസക്തമല്ല. കാരണം ഈ വിഷയത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയാവുന്നത് പോലീസ് ചെയ്തു എന്നതാണ് അവരുടെ വാദം. പോലീസ് പറയുന്നത് CCTV ദൃശ്യങ്ങൾ ഇത്തരത്തിലെ ഏതെങ്കിലും ഡയറക്ഷൻ നൽകുന്ന കാര്യങ്ങൾ അതിലില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ കേസെടുക്കാൻ കഴിയില്ല. ഇനി ഇവിടെ ഇതിന്റെ ഉടമയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ കസ്റ്റഡിയിലെടുത്ത ഉടമയെ ചോദ്യം ചെയ്ത ശേഷം അതിലെന്തെങ്കിലും തെളിവ് ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ കേസെടുക്കാമെന്നതാണ് പോലീസ് പറയുന്നത്. അതായത് ഇവിടെ കിറ്റ് വിതരണം ചെയ്തു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്നതിന് സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവിടെ നിന്ന് കിറ്റ് വിതരണം ചെയ്തിട്ടില്ല. ഇവിടെ പറയുന്നത് LDF-നെ UDF-നെ ആരോപണം എന്ന് പറയുന്നത് ഇവിടെ 2000-ഓളം കിറ്റുകൾ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ വാഹനങ്ങളുമായി പുറത്തേക്ക് വന്ന് പുറത്ത് ചെറിയ പെട്ടി ഓട്ടോറിക്ഷ വാഹനങ്ങൾ നിർത്തിയിരുന്നു. ഇത് ഇവിടെ തയ്യാറാക്കിയ കിറ്റുകൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ അതിന് പണം നൽകാമെന്നതാണെന്നാണ് പ്രധാനമായി ഉന്നയിച്ചിരുന്ന ആരോപണം. ആ ആരോപണം തെളിയിക്കാൻ കഴിയാവുന്ന CCTV ദൃശ്യങ്ങളില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും വലിയ സംഘർഷം. BJP നേതാക്കൾ ഇവിടെ വന്നത് എന്തിന് എന്ന ചോദ്യമാണ് UDF ചോദിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അത് നമുക്കറിയില്ല അവർ എന്തിനാണ് വന്നത് എന്നുള്ളത്. പക്ഷേ BJP നേതാക്കൾ ഇവിടെ വന്നു, അവരുടെ വീട്ടിൽ വന്നു, അവരുടെ വീടിനകത്തുണ്ടായിരുന്നു. ഏതായാലും തുടർ നടപടികൾ എന്തായെന്ന് നമുക്കറിയണം. കെട്ടിടത്തിന്റെ ഉടമ ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജെയ്സൺ ചാമോളപ്പിലും ആദിൽ പാലോടും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരും.